ഇന്ന് ഞാൻ ഇഞ്ചി കൊണ്ടുള്ള ഒരു സർബത്താണ് തയ്യാറാക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു 150 ഗ്രാം ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേണം എടുക്കേണ്ടത്. അതിനുശേഷം ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കുക. പിന്നീട് ഇതൊന്ന് ചീക എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചീക എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നല്ലതുപോലെ തിളപ്പിച്ച 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 5 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ നീര് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ഇഞ്ചി നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും പൂർണ്ണമായിട്ടും 2 കപ്പ് ഇഞ്ചി നീര് മാത്രമല്ല, ഇതിനകത്ത് വെള്ളം കൂടി ചേർത്താണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പഞ്ചസാരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്ന ഇഞ്ചിയുടെ നീരിന്റെ അളവ് അനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 150 ഗ്രാം ഇഞ്ചിയുടെ സത്ത് വെച്ചാണ് ഈ ഒരു സർബത്ത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര എല്ലാം ആ ഒരു ഇഞ്ചി സത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അതിന്റെ അളവനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് രുചിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഏതൊരു ആഹാര പദാർത്ഥം തയ്യാറാക്കുമ്പോഴും എല്ലാം അതിന്റെ ചേരുവകൾ കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 15 മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്തെ ആ ഒരു ജലത്തിന്റെ ആ ഒരു അംശമെല്ലാം പരിപൂർണമായിട്ടൊന്ന് മാറി ഇതൊന്ന് കുറുകി വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കാരണം നമ്മളിവിടെ സർബത്താണ് തയ്യാറാക്കുന്നത്. ഇപ്പൊ ഇത് കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നിൽ ഒരുപാടൊന്ന് കുറുകി പോകരുത്. ഒരു ചെറിയ ഒരു കുറുകൽ മാത്രം മതി. പിന്നീട് ഇത് അല്പം കൂടി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി തണുത്തതിന് ശേഷം നമുക്ക് ഇനി അതായത് വെള്ളത്തിന്റെ അംശങ്ങളില്ലാത്ത ഒരു കുപ്പിക്കകത്തേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കാണാം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് ഇവിടെ എടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് നാരങ്ങ നീരാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ എടുത്ത ഗ്ലാസ്സിനകത്ത് ഒരു അരമുറി നാരങ്ങ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള സർബത്ത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള സർബത്ത് എന്ന് പറയുമ്പോൾ മധുരത്തിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, കുറവാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ തണുത്ത സോഡയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്ത് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇതിന്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ